ഹായ്, എസ് വി ഉള്ളതാണ്. രാവിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം കട്ടപ്പുറത്താകുന്ന അവസ്ഥയിലായിട്ടുണ്ട്. രാവിലെ ആഭ്യന്തര വകുപ്പെടുത്തൊരു സുപ്രധാന തീരുമാനം, അതായത് കാപ്പ കേസ് ചുമത്തിയ വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള ഗുണ്ട സുഗതന് ആ കാപ്പ നിലനിൽക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി ആ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. കാര്യം കാപ്പ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP-കാരൊക്കെ കൊടുത്ത ആ ഒരു നിവേദനം എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് 2023 കാലഘട്ടം തൊട്ട് ഒരു വലിയ നൊട്ടോറിയസ് ആയിട്ടുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്ക് നിരന്തരം അവരുടെ ജീവന് ഭീഷണിയായിട്ടുള്ള, അവരുടെ അതിക്രമിച്ച് കയറി സ്ത്രീകളെ ഉൾപ്പെടെ ചതച്ചിട്ടുള്ള സുഗതൻ എന്ന ഗുണ്ടയ്ക്ക് ഒരു കാരണവശാലും കാപ്പ മാറ്റേണ്ടതില്ല എന്ന് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കേവല ഭൂരിപക്ഷം 51 സീറ്റാണ് നിലവിൽ നഗരസഭാ ഭരണത്തിന് തിരുവനന്തപുരം നഗരസഭയിൽ BJP-ക്കുള്ളത്. അതിൽ ഒരു സ്വതന്ത്രനും 50 പേര് BJP-കാരുമാണ്. അതിലിപ്പോൾ സുഗതന്റെ അസാധുവാകാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. കൗൺസിലർ ആർ സുഗതനെതിരെ ചുമത്തിയ കാപ്പയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP പ്രതിസന്ധിയിൽ. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ സുഗതന്റെ അംഗത്വം അസാധുവാകും. ഇതോടെ കോർപ്പറേഷനിൽ BJP-ക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാകും. അടുത്ത കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാലും സുഗതന്റെ അംഗത്വം നഷ്ടപ്പെടും. നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ് സുഗതനുള്ളത്. കഴിഞ്ഞ ദിവസം ഇവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും അല്ലെങ്കിൽ പത്മനാഭസ്വാമിയെയും കരിക്കകത്തമ്മയെയും ആറ്റുകാലമ്മച്ചിയെയും ഗുരുദേവനെയൊക്കെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ 19 പേരെ അസാധുവാക്കിയിരുന്നു. ഈ 19 പേരെ അസാധുവാക്കിയപ്പോൾ 29-ാം തീയതി കൗൺസിൽ ചേരുമ്പോൾ ആ സന്ദർഭത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഇടതുപക്ഷം ഒരു നീക്കം നടത്തുന്ന സൂചന അറിഞ്ഞുകൊണ്ടാണ് രാഖി രാമായണൻ ഇന്നലെ തന്നെ 19 പേരെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചത്. എന്നാൽ 4 ആഴ്ചയ്ക്കകം നിലവിൽ സുഗതനും സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാര്യം ജയിലിൽ കിടക്കുന്നതുകൊണ്ടും കാപ്പ ചുമത്തിയതുകൊണ്ടും മിനിമം 6 മാസത്തിന് മുകളിലേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അടുത്ത നിയമസഭാ കൗൺസിൽ യോഗത്തിലും പങ്കെടുക്കാൻ പറ്റില്ല. ആ നിലയ്ക്ക് അദ്ദേഹത്തിനെ സംബന്ധിക്കുന്നിടത്തോളം കൗൺസിൽ അംഗത്വം നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ അസാധുവാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം തന്നെ 4 ആഴ്ചയ്ക്കകം ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം റദ്ദാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അസാധുവാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടതിന് ശേഷം 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന നിർദ്ദേശമാണ്. അതിപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഉത്തരവ് എന്ത് വരുമെന്നൊക്കെ അറിയാനുണ്ട്. പക്ഷേ ഈ 4 ആഴ്ചയ്ക്കകത്ത് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ഒരുക്കി തരണേ എന്ന് ഹൈക്കോടതിയുടെ കാലിൽ ചെന്ന് വീഴാൻ മേയർ സംഘമൊക്കെ ഇറങ്ങി പുറപ്പെടുകയാണ്. കാര്യം ഭരണം അസ്ഥിരപ്പെടാൻ പോവുകയാണ്. കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എല്ലാ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമല്ലോ. ആ നിലയ്ക്ക് എങ്ങനെയും അത് ഉറപ്പിക്കാൻ വേണ്ടി അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. എന്തായാലും 29-ാം തീയതിയിലെ കൗൺസിൽ യോഗം സംഭവബഹുലമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വല്ലാത്ത ആശങ്കയിലായിപ്പോയി. പൊടുന്നനെ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി ഒരു പക്ഷേ ഭരണം പോകുന്ന സാഹചര്യത്തിലേക്ക് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരൂ എന്നൊരു സാധ്യത കണ്ടുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം പോലും വിളിക്കാതെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മേയറുടെ മുമ്പാകെ എല്ലാ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ചെയ്യിച്ചത്. ഒരു തൽക്കാലത്തേക്ക് അപകടം ഒഴിവാക്കിയെങ്കിലും സുഗതൻ നിലവിൽ ജയിലിൽ കിടക്കുകയാണ്. കാപ്പ കേസിൽ ഏറ്റവും VK പ്രശാന്തിനെ ആക്രമിച്ചത് ക്ഷേത്രത്തിൽ, വാഴോട്ടുകോണം ക്ഷേത്രത്തിൽ വെച്ചിട്ട് 2 യുവാക്കളെ തല്ലിച്ചതച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തിക്കൊണ്ട് നിരന്തരമായിട്ട് 2001, 2003 കാലഘട്ടം തൊട്ട് നിരന്തരം ജുഡീഷ്യൽ ഓഫീസറെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ കയറി സെക്യൂരിറ്റി ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരന്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ടുകൊണ്ടിരുന്ന വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കൗൺസിലർ സ്ഥാനം വാഴോട്ടുകോണത്ത് മത്സരിപ്പിക്കാൻ തയ്യാറായത്. എന്നിട്ട് പല ഗിമ്മിക്കുകളിലൂടെയും വിജയിച്ച് കയറിയതിന് ശേഷമാണ് വീണ്ടും ആ ഉള്ളിക്കിടക്കുന്ന ഗുണ്ടാ പ്രവർത്തനം പുറത്തെടുക്കുകയും ഇപ്പോൾ ചട്ടിക്കകത്താകുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തുടർച്ചയായിട്ട് 2 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതെ വന്നാൽ, അത് മുൻകൂട്ടി അറിയിക്കാതെ കൗൺസിൽ അതിന് അനുമതി കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അംഗത്വം അല്ലെങ്കിൽ കൗൺസിൽ അംഗത്വം റദ്ദാക്കപ്പെടും. ആ നിലയ്ക്ക് 29-ാം തീയതി 2ാം തവണയാണ് അദ്ദേഹം പങ്കെടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അസാധുവാകുന്നതിനോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞ അസാധുവാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അദ്ദേഹം 4 ആഴ്ചയ്ക്കകത്ത് സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അവിടെയും അസാധുവാക്കപ്പെടും. അതോടുകൂടി നഗരസഭയിലെ BJP ഭരണത്തിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആകെ ഒരു വിറയൽ നേതൃത്വത്തിനുണ്ടായിട്ടുണ്ട്. എങ്ങനെയും ഇത് മറികടക്കാൻ വേണ്ടി എത്ര ലക്ഷം എറിഞ്ഞും ഉടനടി തന്നെ ഏറ്റവും വലിയ അഡ്വക്കേറ്റുമാരെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഈ കാപ്പയിൽ നിന്ന് ഇദ്ദേഹത്തെ ഊരിയെടുക്കാനുള്ള പരിശ്രമം ആരംഭിക്കുകയാണ്. ഒരു കാര്യമേ ഉള്ളൂ, ഒരു ഗുണ്ടയ്ക്ക് വേണ്ടി ഇത്രയും പൈസ ചിലവാക്കേണ്ട കാര്യമില്ല. അതെടുത്ത് എങ്കിലും പാവപ്പെട്ട സംഘപരിവാറുകാർക്ക് വീട് വയ്ക്കാൻ കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും മക്കളെ കെട്ടിച്ചു വിടാൻ സഹായിച്ചാൽ ഒരു ഗുണ്ടയെ സംരക്ഷിക്കുന്നേക്കാൾ അന്തസ്സുള്ള പരിപാടിയാണെന്ന് മാത്രമാണ് കോർപ്പറേഷൻകാരെ ഓർമ്മിപ്പിക്കാനുള്ളത്.